സൗജന്യ യാത്ര എളുപ്പമാണോ എന്നത് തന്നെയാണ് ചോദ്യം. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയാൽ സർക്കാരിന് എത്ര രൂപ അധിക ബാധ്യത വരും? നമുക്ക് ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം KSRTCക്ക് എത്ര വരുമാനമുണ്ട് എന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ജീവനക്കാരൊക്കെ തന്നെയും ശമ്പളം കിട്ടാതെ കണ്ടക്ടർമാർ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്. KSRTCയുടെ വരുമാനം നമുക്ക് ആദ്യം പരിശോധിക്കാം. ഓപ്പറേഷണൽ റവന്യൂ, അതായത് ബസ് ഓടിച്ച് ടിക്കറ്റ് വരുമാനം കിട്ടുന്നത് എത്രയാണ് പ്രതിദിനം? അതായത് ഒരു ദിവസം KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് 7 മുതൽ 14 കോടി രൂപയാണ്. അതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. അത് ഏറ്റക്കുറച്ചിലുകൾ വരാം. നിലവിൽ 7 മുതൽ 14 കോടി രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം. അത് ഒരു മാസമായി നമുക്ക് കണക്കാക്കുമ്പോൾ 222 കോടി രൂപ, 222 കോടി രൂപയാണ് ഒരു മാസത്തെ വരുമാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. ഇനി കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി എത്രയാണ് KSRTCയുടെ വരുമാനം എന്ന് നോക്കാം. ഇത് പ്രതിദിനം 7 മുതൽ 14 കോടി വരെയുള്ള കണക്ക് വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജനുവരിയിൽ KSRTCക്ക് ഉണ്ടായിട്ടുള്ള വരുമാനം 249 കോടിയാണ്. പക്ഷേ ഫെബ്രുവരിയിൽ, അതിൽ ദിവസങ്ങൾ കുറവാണ് എങ്കിൽ പോലും ഫെബ്രുവരിയിലെ വരുമാനം എന്ന് പറയുന്നത് 199 കോടിയാണെന്ന് കാണാൻ സാധിക്കും. മാർച്ച് മാസത്തിൽ 220 കോടിയായി അത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവധി ദിനങ്ങളൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായും ഏപ്രിലും കുറച്ച് കുറവ് വന്നിട്ടുണ്ടാകാം. ഇനി ഈ യാത്രക്കാരിൽ സ്ത്രീകൾ എത്രത്തോളം ഉണ്ട്? കാരണം സ്ത്രീകൾക്കാണല്ലോ സൗജന്യ യാത്ര നൽകുന്നത്. അത് എത്രത്തോളം ബാധ്യത ഉണ്ടാക്കുമെന്ന് നോക്കിയാൽ ഏകദേശം 52 മുതൽ 55% വരെ സ്ത്രീകളാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് പകുതിയോളം യാത്രക്കാർ സ്ത്രീകളാണ് എന്നതാണ്. KSRTCയിലെ പകുതി യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ സൗജന്യ യാത്ര നൽകുമ്പോൾ പകുതി പേർക്ക് ഈ സൗജന്യം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ള വിപ്ലവകരമായ തീരുമാനമാണെങ്കിൽ പോലും KSRTCയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായി മാറുമോ എന്നതാണ്. കാരണം ടിക്കറ്റ് വരുമാനത്തിൽ വലിയ കുറവുണ്ടാവും. 7 കോടി മുതൽ 14 കോടി വരെയാണ് ഒരു ദിവസത്തെ വരുമാനമുണ്ട് എങ്കിൽ അത് നേർപകുതിയായി കുറയുമെന്നതാണ്. 122 കോടിയുടെ കുറവാണ് വരാൻ പോകുന്നതെന്നാണ് ഒരു കണക്ക് നമുക്ക് കൂട്ടിയാൽ. ഏകദേശം ഒരു കണക്കാണ്. KSRTCയും പ്രാഥമികമായി കണക്കെടുത്തതിൽ നിന്ന് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ വരുമാനത്തിന്റെ കണക്ക് നമ്മൾ പറയുമ്പോൾ ചെലവ് സ്വാഭാവികമായും പറയണം. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ശമ്പളം 50 കോടിയാണ് ഒരു മാസം ശമ്പളത്തിന് വേണ്ടി മാത്രം KSRTCയിൽ വേണ്ടത്. പെൻഷൻ ആകട്ടെ 74 കോടി രൂപ വേണം. വിരമിച്ച ജീവനക്കാർക്ക്, കണ്ടക്ടർമാർക്ക് ഉൾപ്പെടെ 74 കോടി രൂപയാണ് ചെലവ് വരുന്നത്. അതായത് ഒരു മാസം ശമ്പളത്തിനും പെൻഷൻ ഇനത്തിൽ മാത്രം 124 കോടി രൂപ വേണ്ടി വരുമെന്നതാണ്. അപ്പോൾ നിലവിൽ 124 കോടി രൂപ ശമ്പളം, പെൻഷൻ എന്നീ ഇനങ്ങളിൽ നൽകുന്നുണ്ട്. ഒപ്പം ബാധ്യതയായി 122 കോടി രൂപ കൂടി, അതായത് സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് നൽകുമ്പോൾ 50% യാത്രക്കാരായി വരുന്ന സ്ത്രീകൾക്ക് 122 കോടി രൂപ നൽകേണ്ടി വരുമ്പോൾ അതിന് ആ പദ്ധതി നടപ്പാക്കാൻ 122 കോടി രൂപ നൽകേണ്ടി വരുമ്പോൾ ആകെ 246 കോടി രൂപയാണ് സർക്കാരിന് ഒരു മാസം വേണ്ടി വരിക. ശമ്പള പെൻഷൻ ഇനങ്ങളിൽ 124 കോടി രൂപയും ഈ ടിക്കറ്റ് സൗജന്യമാക്കുമ്പോൾ, സ്ത്രീ യാത്രക്കാർക്ക് ടിക്കറ്റ് സൗജന്യമാക്കുമ്പോൾ 122 കോടി രൂപയും കൂടി നൽകുമ്പോൾ 246 കോടി രൂപ ഒരു മാസം KSRTCക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. അതായത് തനത് വരുമാനത്തിൽ നിന്ന്, ഓപ്പറേഷണൽ റവന്യൂവിൽ നിന്ന് ഈ 246 കോടി കണ്ടെത്താനാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. മാത്രമല്ല ഇതിലിപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. KSRTCയിൽ ഇത്ര സൗജന്യ യാത്ര ഉറപ്പാക്കുമ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് ഈ പറഞ്ഞതുപോലെ യാത്രക്കാർ കുറയും, അതൊരു വലിയ ആശങ്കയുണ്ടാക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായും അപ്പോൾ സ്വകാര്യ ബസ്സുകൾ റൂട്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാകും. അതുവഴി നികുതി ഇനത്തിൽ ഉൾപ്പെടെ വലിയ കുറവുണ്ടാകുമെന്നൊക്കെയുള്ള ആശങ്കകളും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ചർച്ചകളിലുള്ള വിഷയമാണ്. പക്ഷേ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് UDF സർക്കാരിൻ്റെതെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കി വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് വിജയിപ്പിക്കാം എന്ന ആത്മവിശ്വാസം VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ടീമിനുമുണ്ട്. ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ചുമതല ഏൽക്കുന്നത് ആരാണ് എന്നത് അല്പം തൃശങ്കുവിൽ നിൽക്കുകയാണ്. ഗതാഗത വകുപ്പ് ആർക്കാണെന്ന് തീരുമാനിച്ച ശേഷം തീർച്ചയായും ഒരു യോഗം ചേർന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.